രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റി പാലസിന് മുന്നിൽ സംഘർഷം. രാജകുടുംബത്തിലുണ്ടായ തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണം. മേവാർ മഹാറാണയായി BJP MLA വിശ്വരാജ് സിംഗ് മേവാർ സ്ഥാനാരോഹണം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത, ഇന്നലെയാണ് ഈ സംഘർഷം. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയും സംഘർഷം തുടരുകയായിരുന്നു. ഉദയ്പൂരിലെ സിറ്റി പാലസിന് മുന്നിലാണ് ഈ സംഘർഷം ഉണ്ടായത്. മേവാറിലെ പുതിയ മഹാറാണയായി BJPയുടെ MLA കൂടിയായ വിശ്വരാജ് സിംഗ് മേവാർ സ്ഥാനാരോഹണം ചെയ്ത് അതിന് പിന്നാലെ ഈ കൊട്ടാര സന്ദർശനവും കൊട്ടാരത്തിനകത്തുള്ള ക്ഷേത്ര സന്ദർശനവും നടത്താൻ എത്തിയപ്പോഴാണ് സന്ദർശനമുണ്ടായത്. തന്റെ അനുയായികളോടൊപ്പമായിരുന്നു അദ്ദേഹം ഈ സ്ഥാനാരോഹണത്തിന് ശേഷം ഈ കൊട്ടാരത്തിലേക്ക് എത്തിയത്. സിറ്റി പാലസിന് മുന്നിൽ വെച്ച് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞ നിലയിൽ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് അനുയായികൾ ആദ്യ ബാരിക്കേഡുകൾ തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ അകത്ത് കൂടുതൽ പോലീസിനെയും ഒപ്പം തന്നെ മറ്റ് ആളുകളെയും വിന്യസിച്ച രീതിയിൽ കാണുകയായിരുന്നു. തുടർന്ന് ഈ പോലീസുമായി ഇദ്ദേഹത്തിന്റെ അനുയായികൾ ഉന്തും തള്ളും തർക്കവും ഉണ്ടായി, കല്ലേറുണ്ടായി. അത്രത്തോളം സംഘർഷ സാഹചര്യം ഈ കൊട്ടാരത്തിന് പുറത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കുടുംബത്തിനകത്ത് തന്നെയുള്ള സ്വത്ത് തർക്കമാണ് ഇതിന് കാരണം എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. കഴിഞ്ഞ വർഷമാണ് BJPയുടെ MP കൂടിയായ മഹേന്ദ്ര സിംഗ് മേവാർ അന്തരിച്ചത്. തുടർന്നാണ് ഇദ്ദേഹം സ്ഥാനാരോഹണം നടത്തിയത്. എന്നാൽ അന്തരിച്ച മഹേന്ദ്ര സിംഗിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് തർക്കമാണ്, അരവിന്ദ് സിംഗുമായി ബന്ധപ്പെട്ടുള്ള സ്വത്ത് തർക്കത്തെ തുടർന്നാണ് ഈ പ്രശ്നമുണ്ടായത് എന്നാണ്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.